അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി റൈസ് റെസിപ്പിയാണ്. പാകിസ്ഥാനി റൈസ് റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ അതിൻ്റെ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് നന്നായി മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ റൈസിലേക്ക് ഇടേണ്ടതാണ്. അത് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഓൾ സ്പൈസസ്, അറബി മസാല, ക്യാപ്സിക്കം, ഒനിയൻ, ഗാർലിക്ക് ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഗീ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് സോട്ട് ചെയ്തെടുക്കണം. സോട്ടാകുന്ന സമയം കൂടെ നമ്മൾ ചിക്കൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഹോട്ട് വാട്ടറും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതൊന്ന് തിളക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഇട്ട് വെച്ച ഉള്ളിയിലേക്ക് അറബിക് മസാല ഇട്ട് കൊടുക്കുക. ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്തെടുത്ത് നന്നായി മിക്സ് ചെയ്ത് മസാല സെറ്റ് ചെയ്തെടുക്കുക. നമ്മളെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതും നമുക്ക് വെള്ളത്തിൽ നിന്നും മാറ്റിയെടുക്കുക. ഇനി ഈ വെള്ളത്തിൽ വേണം അരിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. അവിടെ അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് അറബിക് മസാല ഇട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് വെള്ളം മാറ്റിയെടുക്കുക. നമ്മൾ മസാലയിലേക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് വെച്ച് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാകിസ്ഥാനി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇൻഷാ അള്ളാഹ് പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ബൈ ബൈ.